ഹായ് ഗായ്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര പാലക്കയം-തട്ടിലേക്കാണ്. അപ്പോൾ പാലക്കയം-തട്ട് എല്ലാവർക്കും അറിയാം, നമ്മൾ കണ്ണൂരുകാർക്ക് ഏകദേശം എല്ലാവർക്കും അറിയാം. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് നമ്മുടെ പാലക്കയം-തട്ട്. നമ്മളിപ്പോൾ ആലക്കോട് നിന്ന് കരുവഞ്ചാലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കരുവഞ്ചാൽ ടൗൺ വരെ എത്തണ്ട, അതിനു മുമ്പേ നമ്മൾ തിരിച്ചു പോകും. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള റോഡ് മലയോര ഹൈവേ ആണ്. ഇത് കൂർഗ് റോഡാണ്. തളിപ്രമ്പ കൂർഗ് റോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ആലക്കോട് പള്ളിയാണ് നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. നമുക്ക് ഇപ്പം ഏകദേശം നമ്മൾ കല്ലൊടിയിലെത്താനായി. കല്ലൊടിയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിയും. ഈ മെയിൻ റോഡൊക്കെ വിട്ട് നമുക്കൊരു വീതി കുറഞ്ഞ റോഡിലേക്കാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ ഇതാണ് ജംഗ്ഷൻ. അപ്പോൾ ഇത് ഏറ്റവും നല്ല റോഡാണ് നമുക്ക് പോകാൻ. ഏറ്റവും നല്ല റോഡ് ഇപ്പോൾ ഉള്ളത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലക്കയം-തട്ടിലേക്കുള്ള ഈ റോഡ് തന്നെയാണ്. കാരണം കരുവഞ്ചാലിൽ നിന്ന് വെള്ളാട് വഴിക്ക് പോയി കഴിഞ്ഞാലും എത്താം. കരുവഞ്ചാൽ, വെള്ളാട്, മുളകുപള്ളി അങ്ങനെ പോയി കഴിഞ്ഞാലും എത്താം നമുക്ക്. പക്ഷേങ്കിൽ ഏറ്റവും നല്ല റോഡ് എന്ന കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. ഇതാണ് നമ്മുടെ ഏറ്റവും നല്ല ബെസ്റ്റ് റോഡ്. റോഡിനൊരു അല്പം വീതി കുറവാണ്. അതുപോലെ തന്നെ റോഡിൽ കുണ്ടും കുഴിയുണ്ട്. കുണ്ടും കുഴി ഉണ്ടെങ്കിലും ഒരു കാറിന് അത്യാവശ്യം പോകാവുന്ന കണ്ടീഷൻ തന്നെയാണ്. അത്ര മോശമായ ഒരു റൂട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ റൂട്ടിന് ഉള്ളതിലേക്ക് ഏറ്റവും ബെസ്റ്റ് റൂട്ട് ഇത് തന്നെയാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ വെള്ളാട് പോകുന്നില്ല. വെള്ളാട് പോകാതെ മുളകുപള്ളി വഴിക്ക് അങ്ങനെ കയറി പോവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഇന്നത്തെ യാത്രയ്ക്ക് മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. നമ്മുടെ വാഹനത്തിൻ്റെ പിക്കപ്പിനെ പറ്റി നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടുകയാണ്. 7 പേരുണ്ട് വണ്ടിയിലിപ്പം. റൂട്ട് നല്ല നല്ല ചെങ്കുത്തായിട്ടുള്ള കയറ്റങ്ങളുണ്ട്. അപ്പോൾ കയറ്റം എങ്ങനെ കയറുന്നു എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ തന്നെ ഏകദേശം നമുക്ക് ചെറിയ രീതിയിൽ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ AC ഓഫ് ചെയ്യാവുന്ന കണ്ടീഷനാണ്. ഞാൻ ഓഫ് ചെയ്തിട്ടില്ല. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യാം എന്ന കണ്ടീഷനിലാണ് ഞാനുള്ളത്. അപ്പോൾ പാലക്കയം-തട്ടിലേക്ക് കണ്ണൂരിൽ നിന്നുള്ള ദൂരം എന്ന് പറഞ്ഞാൽ 48 കിലോമീറ്ററാണ് ദൂരമുള്ളത്. ഞാൻ ആലക്കോടുകാരനാണെങ്കിൽ തന്നെ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് പാലക്കയം-തട്ട് പോകുന്നത്. അപ്പോൾ റൂട്ട് ചിലപ്പോൾ മിസ്സാവാനുള്ള സാധ്യതയുണ്ട്. ആരോടെങ്കിലും ചോദിച്ച് പോകേണ്ടി വരും. അപ്പോൾ ഒരു വണ്ടി മുമ്പിൽ പോകുന്നുണ്ട്, അതിനെ ഫോളോ ചെയ്ത് അങ്ങ് പോകാം എന്ന് ഞാൻ കണക്ക് കൂട്ടുന്നു. നമുക്കതിൻ്റെ പുറകെ തന്നെ പോവാം. ഇത് എനിക്ക് തോന്നുന്നത് നമ്മുടെ വഴി തെറ്റിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. കാരണം ഇതൊരു ടാറിടാത്ത റോഡിലാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് റൂട്ട് തെറ്റാകാൻ സാധ്യതയുണ്ട്. മുമ്പിൽ പോയി ആരോടെങ്കിലും ചോദിക്കാം. കാരണം ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് അങ്ങ് വരെ ടാറിങ് റോഡാണ് എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഇവിടെ ഒന്ന് നിർത്തി ചോദിച്ച് നോക്കാം. ആരോടെങ്കിലും ചോദിച്ചാൽ മാത്രമേ അറിയുള്ളൂ റോഡ്. അപ്പോൾ സംഭവം സത്യമാണ്. ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പം അറിഞ്ഞത് ഇതല്ല, ഇത് ജീപ്പുകാർ പോകുന്ന ഓഫ് റോഡ് റൂട്ടാണിത്. അപ്പോൾ ഇതിൻ്റെ താഴെ കുറേ വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇതിവിടുത്തെ ഒരു ഐഡിയ ആണ്. കാരണം എന്ന് പറഞ്ഞാൽ ആ വണ്ടിയൊക്കെ നിർത്തിയെടുത്ത് എല്ലാവരും കൊണ്ട് നിർത്തും. ഇവിടം വരെ പോവുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് കുറച്ച് ജീപ്പുകാരുണ്ട്, അവർ പറയും ഇവിടം വരെ പോവുള്ളൂ എന്ന്. അപ്പോൾ ഇതിന് ശേഷം അങ്ങോട്ട് ജീപ്പിൽ തന്നെ പോകണം എന്നുള്ളതാണ് കാര്യം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എന്നാൽ മാത്രമേ അവർക്ക് പൈസ കിട്ടുള്ളൂ. പക്ഷേ നമ്മൾ ആ റൂട്ടിൽ പോകുന്നില്ല. നമ്മൾ പാലക്കയം-തട്ട് വരെ നമ്മുടെ കാറും കൊണ്ട് തന്നെ പോകും എന്ന പ്ലാനിലാണുള്ളത്. നമ്മൾ തിരിച്ചിറങ്ങിയിട്ട് ആ ജംഗ്ഷനിൽ നിന്ന് വീണ്ടും മുമ്പോട്ട് പോകണം. അതായത് ജംഗ്ഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ റൈറ്റിലേക്ക് പോകണം. റൈറ്റിലേക്ക് കുറച്ച് ദൂരം പോയി കഴിയുമ്പോൾ നമുക്ക് ശരിക്കുള്ള റൂട്ട് കിട്ടും. നമുക്ക് അതിലേ തന്നെ പോവാം. നമ്മൾ താഴേക്കുള്ള യാത്രയിലാണ്. വളരെ എന്താ പറയുക, നല്ല തണുപ്പായി ഇവിടെ. അതുകൊണ്ട് ഞാൻ AC ഒക്കെ ഓഫ് ചെയ്തിട്ടാണ് പോകുന്നത്. നല്ല തണുപ്പുണ്ട് എന്തായാലും. ഇത് നമ്മുടെ മണ്ണിട്ട റോഡ് കണ്ടില്ലേ? ആ റോഡിൻ്റെ തന്നെ സ്റ്റാർട്ടിങ് ഇങ്ങനെയാണ്. നല്ല ടാറിങ് ആയിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാനും ആ വണ്ടിയുടെ പുറകെ തന്നെ കയറി വന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഇവിടുന്ന് താഴെ കാണുന്ന അതാണ് ജംഗ്ഷൻ. ആ ജംഗ്ഷനിൽ നിന്നാണ് നമ്മൾ നേരെയായിരുന്നു പോകേണ്ടത്. നമ്മൾ റൈറ്റിലേക്ക് കയറി വന്നു. അപ്പോൾ അവിടെ കുറച്ച് മിനി ബസ്സുകളൊക്കെ നിർത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മിനി ബസ്സുകാർക്കൊന്നും മേലേക്ക് പോകാൻ പറ്റില്ല എന്ന് തോന്നുന്നു. മിനി ബസ്സല്ല, സാധാരണ ബസ്സുകളൊന്നും പോകാറില്ല. മിനി ബസ്സിന് പോകാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, ഇവർ എന്തായാലും ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഇവിടെ കുറേ കാറുകളും മറ്റും നിർത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുറത്തുനിന്ന് വരുന്നവർക്ക് ഇതിനെപ്പറ്റി അറിയില്ല. അങ്ങ് മുകളിൽ വരെ വണ്ടി പോകുന്നുള്ള കാര്യം ആർക്കും അറിയില്ല. അപ്പം ജീപ്പുകാർ അത് മുതലാക്കുന്ന ഒരു സിസ്റ്റം ഇവിടെ ഉണ്ട്. നമുക്കത് ഒഴിവാക്കിയിട്ട് നമ്മൾ നേരെ പോവുകയാണ്. നമ്മൾ നേരെ
പാലക്കയം തട്ട് മുകളിൽ വരെ പോവും എന്ന തീരുമാനത്തിലുള്ള. അപ്പോൾ ഈ ലെഫ്റ്റിൽ കാണുന്നതൊക്കെ ഓരോ റിസോർട്ടുകളാണ്. അപ്പോൾ അടുത്ത ദിവസത്തൊരു റിസോർട്ടുണ്ട്. അപ്പോൾ അവരുടെ ഏറുമാടമാണ് ആ കണ്ടത്. അപ്പോൾ കാഴ്ചയ്ക്ക് നമ്മൾ ഏകദേശം എത്തി എന്ന് തന്നെ നമുക്ക് പറയാം. നല്ല അടിപൊളി വ്യൂ ആണ് മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഉള്ളത്. നല്ല തണുപ്പുണ്ട്. മുകളിലേക്കുള്ള യാത്ര 7 പേരെയും വെച്ചുകൊണ്ട് വാഹനത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇതുവരെ നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല. യാതൊരു ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടില്ല. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അപ്പോൾ നമ്മളിതാ എത്തിക്കഴിഞ്ഞു പാലക്കയം തട്ടിൻ്റെ ബേസ്. അതായത് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലം. ഇതാ ഈ ലെഫ്റ്റിൽ കാണുന്നത് ടിക്കറ്റ് കൗണ്ടറാണ്. റൈറ്റിൽ കാണുന്നതാണ് പാലക്കയം തട്ടിൻ്റെ ഗേറ്റ്. ഇത് വെഹിക്കിൾ പാർക്കിംഗ് ആണ്. ഇഷ്ടംപോലെ വാഹനം ഇവിടെ ഉണ്ട്. ഇഷ്ടംപോലെ വാഹനം ഇനിയും പാർക്ക് ചെയ്യാൻ സ്ഥലങ്ങളും ഉണ്ട്. അപ്പോൾ എത്രയധികം വാഹനങ്ങൾ വന്നു കഴിഞ്ഞാലും ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇഷ്ടംപോലെ സൗകര്യമുണ്ട്. അപ്പോൾ മുമ്പിൽ കാണുന്നതാണ് നമ്മുടെ പാലക്കയം തട്ട്. ഇനി കുറച്ച് ദൂരം, ഒരു 300 മീറ്ററോളം ഏകദേശം നടക്കാനുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇതാ, അപ്പോൾ നമ്മൾ നടന്നും കയറാൻ പോകണം. 35 രൂപയാണ് ഒരാൾക്ക് ഇവിടെ ടിക്കറ്റ്. പിന്നെ ഇവിടെ പുതിയ ഒരുപാട് പരിപാടികളുണ്ട്. അപ്പോൾ ഒരു സിപ്പ് ലൈൻ ഉണ്ട്. സിപ്പ് ലൈൻ ഏകദേശം ഒരു 250 മീറ്ററോളം നീളമുള്ള ഒരു സിപ്പ് ലൈൻ ഉണ്ട്. ഇതാണ് കാണുന്നത് സിപ്പ് ലൈൻ. ലെഫ്റ്റ് സൈഡിലുണ്ട്, ഞാനത് കാണിക്കാം. അപ്പോൾ സിപ്പ് ലൈന് 250 റുപ്പീസാണ് സിപ്പ് ലൈൻ. സിപ്പ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിപ്പ് ലൈനിലേക്ക് നമ്മൾ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മുകളിലോട്ട് പോകുന്നതും ഓഫ് റോഡ്, അതായത് ജിപ്സിയിലൊരു ഓഫ് റോഡ് ഡ്രൈവ് അടക്കമാണ് നമുക്ക് 250 രൂപയ്ക്ക് അവർ ഓഫർ ചെയ്യുന്നത്. വളരെ നല്ലൊരു ഓഫറായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ മുകളിലേക്കുള്ളത് 250 മീറ്റർ ഉള്ളെങ്കിലും ഇതാണ് സിപ്പ് ലൈൻ. അപ്പോൾ 250 രൂപയേ ഉള്ളെങ്കിൽ നമുക്ക് ഓഫ് റോഡ് ഡ്രൈവും കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ സിപ്പ് ലൈനും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസിനുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ മുകളിൽ വന്നിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അവിടെ ഉള്ളത് എന്ന്. അപ്പോൾ ഏകദേശം നമ്മൾ ഏറ്റവും ടോപ്പിലെത്തിയിട്ടില്ല. പിന്നെ ഇപ്പോൾ ഇവിടെ ആളുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. പക്ഷെ എല്ലാവരും മാസ്കൊക്കെ ധരിച്ചിട്ടുണ്ട്. എല്ലാവരും കൃത്യമായ മാസ്കൊക്കെ ധരിച്ചിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് കോവിഡ് പ്രോട്ടോക്കോളൊക്കെ എല്ലാവരും പാലിക്കുന്നുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. വാവ്, ഇതാണ് ഇവിടുത്തെ ഏറ്റവും നല്ല ഒരു വ്യൂ പോയിന്റ്. ചുറ്റിനും വ്യൂ പോയിന്റ് തന്നെയാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടുന്ന് താഴേക്ക് ചില മലകളൊക്കെ മഞ്ഞ് മറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെയും മുകളിലേക്ക് കയറണം. നമുക്ക് മുകളിലേക്കുള്ള യാത്ര അതാ, അതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തണമെങ്കിൽ അങ്ങോട്ട് മുകളിലോട്ട് പോകാനുണ്ട്. അപ്പോൾ നമുക്കിനി മുകളിലേക്ക് നടക്കാം. ഇത് വളരെ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള, അതായത് 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഓരോ ഇതാണ്. അപ്പോൾ ഈ മുകളിൽ കാണുന്നത് ഇതാണ് ഇവിടുത്തെ ഒരു റോപ്പ് ബ്രിഡ്ജാണ്. ഏകദേശം 100 മീറ്ററോളം നീളമുണ്ട്. 100 രൂപയാണ് ഒരാൾക്ക് ഇതിന് ചാർജ്. ബാക്കി എല്ലാ സേഫ്റ്റി ഹാർനഷും ഹെൽമെറ്റും ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ പ്രത്യേകത കണ്ടത് ഇതാണ്. ഒന്നിനും വലിയ അധികം പൈസ നമ്മളോട് ഈടാക്കുന്നില്ല. ഇത് 100 രൂപ എന്ന് പറഞ്ഞാൽ 100 രൂപയ്ക്കുള്ളുണ്ട്. ഒരു കാരണവശാലും നഷ്ടം അങ്ങനെ സൂര്യൻ വളരെ ദൂരത്തിൽ നമുക്ക് കാണാം അസ്തമയമായി. അപ്പോൾ അസ്തമയം കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതായത് രാത്രിയാണ് ഇവിടെ കൂടുതൽ ഭംഗി എന്ന് പറയുന്നു. നമ്മൾ ഏതായാലും രാത്രി വരെ നിൽക്കുന്നില്ല. അതിനു മുമ്പ് ഇറങ്ങാനുള്ള പ്ലാനിലാണ് നമ്മളുള്ളത്. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഒരു 2-3 കഫ്റ്റേരിയ ഉണ്ട്. അപ്പോൾ അവർ വാങ്ങുന്ന പൈസ നമ്മൾ സാധാരണ താഴെ നമുക്ക് കിട്ടുന്ന അതേ വിലയാണ് വാങ്ങുന്നത്. താഴെ 10 രൂപയാണ് ചായക്ക്, ഇവിടെയും 10 രൂപയുള്ളൂ. ഒരു കടിക്ക് 10 രൂപ അതേ ഉള്ളൂ ഇവിടെയും. ഇവിടെ ഇത്രയും മേലെ അവർ എത്തിക്കുന്നതിനനുസരിച്ചിട്ടുള്ള യാതൊരു വിധത്തിലുള്ള എക്സ്ട്രാ ചാർജ് ഇവർ വാങ്ങുന്നില്ല.
അപ്പോൾ നമ്മൾ ഇപ്പം മടങ്ങാം എന്ന് തീരുമാനിച്ചിട്ടാണുള്ളത്. മടങ്ങി. ഇതാണ് നമ്മുടെ എൻട്രി ആൻഡ് എക്സിറ്റ് ഗേറ്റ്, രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.